ഞാനിവിടെ ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോയിലി മാറ്റ് അല്ലെങ്കിൽ ടേബിൾ മാറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം ക്യാച്ചറിൽ അങ്ങനെ എവിടെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. കോസ്റ്റർ, കപ്പ് കോസ്റ്റർ, ഇത് ഞാൻ ചെറുതാണ്, ഇത് റൗണ്ട് കുറച്ചിട്ടുണ്ടായത്, ഇത് വലിയത്, ഇതിനേക്കാളും വലുതും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് ഈസി ആയിട്ട് 2 റോ റിപ്പീറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നതില്ല, ഒരു പ്ലെയിനിലാണ് ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 റോ ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്ത യാൻ 3 പ്ലേ യാനാണ്, അക്രിലിക്കാണ് യൂസ് ചെയ്തത്. പിന്നെ ഹൂക്ക് സൈസ് 3.0 mm ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ഡീറ്റെയിലൊന്നും കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പാറ്റേണാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ അറിയുന്നുണ്ടോ ആ മെത്തേഡിൽ സ്ലിപ്പ് നോട്ട് ഇടുക. ഓക്കെ, ഇപ്പോൾ ചെയിൻ 6 1 2 3 4 5 6 ചെയിൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു റിങ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഓർ 6th സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇവിടെ ഈ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു റിങ് കിട്ടി. ഇനി ഈ റിങ്ങിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഈ റിങ്ങിൽ ടോട്ടൽ നമുക്ക് 16 സ്റ്റിച്ചസ് വേണം, 16 ഡബിൾ ക്രോഷ്യ. സോ ഫസ്റ്റ് ഞാൻ ചെയിൻ 3 1 2 and 3. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ഞാൻ ഡബിൾ ക്രോഷ്യ ഇടാൻ പോകുന്നു. യാൻ ഓവർ ഇതിൻ്റെ അകത്തേക്ക് ഇടാം, റിങ്ങിൻ്റെ അകത്തേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ 3 ഉണ്ട് ലൂപ്പിൽ, ഫസ്റ്റ് 2 പിന്നെ 2 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ടോട്ടൽ 16 സ്റ്റിച്ചസ് വേണം. 15 ഡബിൾ ക്രോഷ്യ പ്ലസ് ചെയിൻ 3 സ്റ്റിച്ച്. അപ്പോൾ ഇതിന് 16 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ 16 സ്റ്റിച്ച് കിട്ടി കഴിഞ്ഞു. 15 ഡബിൾ ക്രോഷ്യ പ്ലസ് ചെയിൻ 3. ഇവ ചെയിൻ 3ൻ്റെ 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, ഇപ്പോൾ ചെയിൻ 5 1 2 3 4 5 ചെയിൻ 5. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, പിന്നെ ചെയിൻ 2 1 and 2. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, എവിടെയും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ചെയിൻ 2 1 2 നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ. അങ്ങനെ നിങ്ങൾക്ക് ഈ റൗണ്ടിലും ടോട്ടൽ 16 ഡബിൾ ക്രോഷ്യ കിട്ടണം. ഓക്കെ, 16 ഡബിൾ ക്രോഷ്യ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റത്തെ ചെയിൻ 2 1 and 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു 3rd ചെയിൻ. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ 3rd ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം, ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ 3rd ചെയിനിൽ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നെക്സ്റ്റ് ഈ ഗ്യാപ്പിലാണ് ഇനി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്യാപ്പിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഞാനിവിടെ ഗ്യാപ്പിലെത്തി. ഇപ്പോൾ ഞാൻ ചെയിൻ 3 1 2 and 3. ഈ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഓൾറെഡി ചെയിൻ 3 ഇട്ട് കഴിഞ്ഞു.
ഓക്കെ, ഇനി 2 ഡബിൾ ക്രോഷ്യ ഈ ഗ്യാപ്പിൽ 1 and 2. നെക്സ്റ്റ് സ്പേസിൽ, ഇതെല്ലാത്തിലും സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഫുള്ളായിട്ട് 3 ഡബിൾ ക്രോഷ്യ ഇട്ടുകൊണ്ട് വരാം. ഓക്കെ, റൗണ്ട് 3 ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഇപ്പോൾ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നു. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക തേർഡ് ചെയിനിൽ, ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 4. അപ്പോൾ ചെയിൻ 5, 1 2 3 4 5. ചെയിൻ 5 ഇടുക ഫസ്റ്റ്, ചെയിൻ 5. നെക്സ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യനെ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്തതിൽ തേർഡ് വണ്ണിൽ ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഉണ്ടാവും. ചെയിൻ 2, 1 and 2, സ്കിപ്പ് 1, നെക്സ്റ്റിന് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റിൽ ഡബിൾ ക്രോഷ്യ. ചെയിൻ 2, 1 2, skip next, skip 1, തേർഡിൽ ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ പോവാം. ഇപ്പോൾ റൗണ്ട് 4 ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. ഇപ്പോൾ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ചെയിൻ 1 2 ലാസ്റ്റ് ഇവിടെ സ്കിപ്പ് 1, സ്കിപ്പ് ചെയ്യുന്നതിന്, ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ. ഓക്കെ, ഇനി ഈ സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്പേസിക്കൊന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ കിട്ടും. ഇനി ഈ 2 റൗണ്ട് റിപ്പീറ്റാണ്. ഇതിൽ എത്ര വലുത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ചെറുത് വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ റോസ് റിപ്പീറ്റാണ്, ഈ 2 റോസ്. ഇനി ഞാൻ റിപ്പീറ്റിംഗ് ഈ തേർഡ് റോനെ റിപ്പീറ്റ് ചെയ്യാണ്. എല്ലാ സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് റൗണ്ടിൽ ഈ ഫോർത്ത് റോനെ റിപ്പീറ്റ് ചെയ്യാണ്. ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, സ്കിപ്പ് 1, ഇടയിൽ സ്കിപ്പ് 1. ഇതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുത് വേണമെങ്കിലും കിട്ടും. ലാസ്റ്റ് ഞാൻ ഈ ബോർഡറിന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ ഈ ഡോളിക്ക് എങ്ങനെയാണ് ബോർഡർ ചെയ്യുന്നത് അതൊന്ന് ലാസ്റ്റ് ഫൈനൽ കാണിക്കാം. ഇപ്പോൾ എൻ്റെ 9 റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത് നോക്കിയാൽ 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 റൗണ്ട് കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ്. അപ്പോൾ ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇൻ ടു ഫസ്റ്റ് സ്റ്റിച്ച് തേർഡ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബോർഡറാണ്. അപ്പോൾ ബോർഡറിൽ ഫസ്റ്റ് ചെയിൻ 5, 1 2 3 4 5, എന്നിട്ട് സ്കിപ്പ് 2. ഇപ്പോൾ ഇവിടെ സ്കിപ്പ് 2, 1, ഇതാണ് 1 2 ആൻഡ് തേർഡ് വണ്ണിൽ ഈ ഗ്യാപ്പിൽ അല്ല, ഇവിടെ ഹെഡിലായിട്ട് സിംഗിൾ ക്രോഷ്യ. ചെയിൻ 5, 1 2 3 4 5, സ്കിപ്പ് 2. ഇതും ഫസ്റ്റത്തത്, സെക്കൻഡ്, തേർഡ് വൺ സിംഗിൾ ക്രോഷ്യ. ചെയിൻ 5, 1 2 3 4 5, skip 2 1 2, തേർഡ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ. ഇത് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റിൽ ഞാൻ കാണിക്കാം. ഓൾമോസ്റ്റ് ഇങ്ങനെ കിട്ടി. സൺലൈറ്റിൻ്റെ റെയിൻബോ ഒക്കെ കാണുന്നുണ്ട്.
ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പോകുന്നു. ലാസ്റ്റത്തെ ചെയിൻ 5 1 2 3 4 5. ഈ ലാസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ ഇടാം. ഫസ്റ്റ് ചെയിനിൽ ഇടാം, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിലിടാം, എവിടെയെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ലാസ്റ്റ് റൗണ്ട്, ഈ ഡോലീൻ്റെ ലാസ്റ്റ് റൗണ്ട് ചെയിൻ 3 1 2 3 ആൻഡ് ഈ സ്പേസിൽ, ഈ ചെയിൻ സ്പേസിൽ 8 ഡബിൾ ക്രോഷ്യ ഇടാം. അപ്പോൾ ഓൾറെഡി ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ സ്പേസിൽ ഞാൻ 7 ഡബിൾ ക്രോഷ്യ ഇടുന്നു. 1 2 3 4 5 6 7 ഡബിൾ ക്രോഷ്യ ഈ ഫസ്റ്റത്തെ ചെയിനും, ടോട്ടൽ 8. നെക്സ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഈ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ. ഇത് സെൽ സ്റ്റിച്ച് ബോർഡറാണ്. അപ്പോൾ ഒരു സ്പേസിൽ 8 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഫുള്ളായിട്ട് ഈ റൗണ്ടിനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് സ്പേസിൽ 8 ഡബിൾ ക്രോഷ്യ ഇടുന്നു, നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷ്യ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇത് ഭയങ്കര ഈസിയാണ്, സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാസ്റ്റത്തെ ബോർഡറിൻ്റെ ഇവിടെ എവിടെയെങ്കിലും കളർ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ സിംഗിൾ കളറിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ മീട്ടാണ്. ഇതിങ്ങനെ 1 8 1 സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് റൗണ്ട് ഈ ബോർഡറിൻ്റെ ലാസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ഇടാം. പിന്നെ ഇവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഓക്കെ, എന്നിട്ട് ചെയിൻ 1 വലിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.